ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ when a wave passes through a medium. നമുക്ക് ജനറൽ ആയിട്ട് വേവുകളെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്, രണ്ട് സ്റ്റേഷനറി വേവ്. ഒരു വേവ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്. ഒരു വേവ് മുന്നോട്ട് പോകുന്നില്ല, അവിടെ നിൽക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി വേവ് ഓർ സ്റ്റാൻഡിങ് വേവ്. അപ്പോ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് രണ്ടെണ്ണം തന്നെ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേവ്, വേവ് വിച്ച് അഡ്വാൻസസ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് ട്രാവലിംഗ് വേവ് ഓർ പ്രോഗ്രസീവ് വേവ്. ഇതിന് നേരെ വിപരീതമാണ്. A wave appears to be stationary. It is called a stationary wave or standing wave. Okay. If the particles of the medium are vibrating simple harmonically, then that wave is called simple harmonic wave. Wave കടന്നു പോകുന്ന സമയത്ത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. ആ വൈബ്രേഷൻസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് ആണെങ്കിൽ, വൈബ്രേഷൻസ് ആണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് വേവ്. അപ്പൊ ട്രാവലിംഗ് വേവ് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്. സ്റ്റേഷനറി ആയിട്ടുള്ള വേവ് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് ആയിട്ടുള്ള സ്റ്റേഷനറി വേവ്. അപ്പൊ സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്, സിമ്പിൾ ഹാർമോണിക് സ്റ്റേഷനറി വേവ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഇവിടെ എഴുതുന്നത് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണ്. ഒരു വേവിന്റെ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ വേവ് കടന്നു പോകുമ്പോൾ അത് പോകുന്ന വഴിയിലെ ഓരോ പൊസിഷനിലും ഇരിക്കുന്ന പാർട്ടിക്കിളിന് ഓരോ സമയത്തും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ കാണുക എന്നാണ്. ഓരോ പൊസിഷനിലും ഇരിക്കുന്ന, ഒരു കൃത്യമായ പൊസിഷൻ അറിയാമെങ്കിൽ ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ഏതൊരു സമയത്തും സമയം അറിയാമെങ്കിൽ ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാം. എവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്? മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇതിനെയാണ് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? വേവ് കടന്നു പോകുമ്പോൾ ആ വേവ് പോകുന്ന വഴിയിലെ ഏതൊരു പൊസിഷനിലും ഇരിക്കുന്ന പാർട്ടിക്കിളിന് ഏതൊരു സമയത്തും മീൻ പൊസിഷനിൽ നിന്നുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന ഇക്വേഷനാണ് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ. എന്താണ്? ശ്രദ്ധിക്കുക, ഞാൻ അതിന് ചുരുക്കി പറയാം. ആ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ y എന്ന് കാണിക്കും. എക്സ് ഡയറക്ഷനിൽ വേവ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് y. എക്സ് പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ടി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് y. അപ്പൊ എക്സ് ഡയറക്ഷനിൽ വേവ് കടന്നു പോകുമ്പോൾ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ടി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് y ബ്രാക്കറ്റിലെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. ഇറ്റ് ഈസ് ഗിവൺ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് അതിനൊരു മാക്സിമം ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. സൈൻ ഫംഗ്ഷൻ കൊണ്ടോ കൊസൈൻ ഫംഗ്ഷൻ കൊണ്ടോ കാണിക്കാൻ പറ്റണം. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടേം ഉണ്ടാവണം, അത് ടൈമിനായിട്ട് ചേർന്ന് കിടക്കണം, ഒമേഗ ടി. ഇവിടെ -kx എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും, ഇവിടെ പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന് പറയുന്ന ടേം. ശ്രദ്ധിക്കാം, ഇതില് എ ഈസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആരുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്? എക്സ് പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ടി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇക്വേഷൻ ഇരിക്കുന്നത്. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എ. ആ വേവ് കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളിനും ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. ആ ഒമേഗയിൽ നിന്ന് നിങ്ങൾക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2πν, where ν is frequency. ഓക്കെ, അടുത്ത അക്ഷരം ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു. ടിന്റെ ഒരു ഫംഗ്ഷനും പൊസിഷനെ കാണിക്കുന്ന എക്സിന്റെ ഫംഗ്ഷനും ഒരു പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ വേർതിരിച്ചാൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് നേരത്തെ പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്. സൈൻ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് ആണ്.
ഈ ഒമേഗ ടിയുടെ ടേമും കെ എക്സിന്റെ ടേമും ഒരു പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആണ്. അപ്പൊ ഈ സൈൻ ഫംഗ്ഷനും ഉണ്ട്, ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ടേം ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് ട്രാവലിംഗ് ഓർ സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് ആണ്. ഈ നെഗറ്റീവ് സൈൻ ഇമ്പോർട്ടന്റ് ആണ്, എന്താണ് ഞാൻ എഴുതുന്നത്, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് കാണിക്കും. അപ്പൊ ഇവിടെ എക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് എക്സ് ദിശയിലാണ് ഈ വേവ് കടന്നു പോകുന്നത്. ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് ആണ് ദിശ, ഇവിടെ മൈനസ് ചിഹ്നം ആയതുകൊണ്ട് പോസിറ്റീവ് എക്സ് ദിശയിലാണെന്ന് മനസ്സിലാക്കുക. അവിടെ അതിന്റെ ഇടയിൽ പോസിറ്റീവ് ആണ് ചിഹ്നമെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷനെ കാണിക്കും. നമുക്ക് അടുത്ത ഇക്വേഷൻ ഇടാം. ആൻഡ് അടുത്ത വാക്ക് അവിടെ കെ ആണ്. ആൻഡ് കെ ഈസ് കോൾഡ്, ശ്രദ്ധിക്കുക, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പുതിയൊരു കോൺസ്റ്റന്റ് പറയാം, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ആൻഡ് ഓർ അതിന് വേറൊരു വാക്ക് പറയും ആംഗുലാർ വേവ് നമ്പർ. ആംഗുലാർ വേവ് നമ്പർ എന്നും പറയും, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ കെ ഇസ് ഈക്വൽ ടു 2π by lambda. ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കിട്ടും, അതേപോലെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിൽ നിന്ന് വേവ് ലെങ്ത് കിട്ടും. ഇതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് 2π by lambda, where lambda is wave length. ഓക്കെ, ഇനി അവസാനത്തെ ഒരാളും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് തീറ്റ. എന്താണ് തീറ്റ? ഇനീഷ്യൽ ഫേസ് ആണ്. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പറഞ്ഞിട്ട് തുടക്കത്തിലുള്ള പാർട്ടിക്കിളിന്റെ അവസ്ഥയെ കാണിക്കുന്നതാണ് ഇനീഷ്യൽ ഫേസ്. അപ്പൊ ഞാൻ എഴുതിയ ഇക്വേഷൻ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ആ എക്സ് പൊസിഷനിൽ ഈ സമയത്ത് ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ y is equal to a sin omega t minus kx plus or minus t ഉപയോഗിക്കാം. A is amplitude, omega is angular frequency, that is 2π nu, k is propagation constant or angular wave number 2π by lambda, theta is initial phase. നെഗറ്റീവ് ചിഹ്നം കാണിക്കുന്നത് പോസിറ്റീവ് ദിശയെ കാണിക്കുന്നു. ഇവിടുത്തെ എക്സ് നോക്കിയാൽ അത് എക്സ് ദിശ എന്ന് പറയും, y ആണ് ഇവിടെ വന്നതെങ്കിൽ y ദിശ എന്ന് പറയും, z ആണ് ഇവിടെ വന്നതെങ്കിൽ z ഡയറക്ഷൻ എന്ന് പറയും. ടിയും എക്സും തമ്മിൽ അല്ലെങ്കിൽ ടിയും വൈയും തമ്മിൽ അല്ലെങ്കിൽ ടിയും സെറ്റും തമ്മിൽ ഒരു പ്ലസ് കൊണ്ടും മൈനസ് കൊണ്ടും വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് എന്ന് പറയും. സമയം മാറുമ്പോൾ പൊസിഷൻ മാറുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൈൻ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അത് സിമ്പിൾ ഹാർമോണിക് ആയിട്ടുള്ള വേവ് ആണ്. ഇടയിലുള്ള ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷനെ കാണിക്കുന്ന വേവിന്റെ. ഇടയിലുള്ള ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വേവിനെ കാണിക്കുന്നു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി വെക്കുന്നു, ഇപ്പൊ നമ്മൾ എഴുതിയത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ y is equal to a sin omega t plus kx plus or minus theta. ഇപ്പൊ അത് ഏത് ഡയറക്ഷനാ? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഇയാളായിരുന്നു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകും. ഇനി സെഡ് ഡയറക്ഷനിൽ പോകുന്നതാണെങ്കിലോ y, അപ്പൊ നമ്മൾ സെഡ് ടി എന്ന് എഴുതും. അതിന്റെ അർത്ഥം സെഡ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്. എ സൈനിന് പകരം കൊസൈൻ ഉപയോഗിക്കാൻ യാതൊരു കുഴപ്പമില്ല. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ സെഡ് പ്ലസ് ഓർ മൈനസ് തീറ്റ വിച്ച് റെപ്രസെന്റ്സ് സെഡ് ഡയറക്ഷനിൽ പോകുന്ന വേവാണ്. ഇവിടെ പ്ലസ് ആണ് ചിഹ്നം വന്നതെങ്കിൽ നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ നെഗറ്റീവ് ആണ് ചിഹ്നം വന്നതെങ്കിൽ പോസിറ്റീവ് സെഡ് ഡയറക്ഷനാണ് വേവ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. സൈനിന് പകരം കോസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. y is equal to a sin kz plus or minus omega t plus or minus theta എന്ന് എഴുതിയാലും കുഴപ്പമില്ല. kz ആദ്യം എഴുതി ഒമേഗ ടി രണ്ടാമത് എഴുതി, അല്ലെങ്കിൽ kx ആദ്യം എഴുതി. ഇവിടെ kz ന് പകരം kx എന്ന് എഴുതാം. അപ്പൊ kx ഓ kz ആദ്യം എഴുതാം പ്ലസ് ഓർ മൈനസ് ഒമേഗ. അതായത് എക്സ് വൈ സെറ്റ് പൊസിഷനെ കാണിക്കുന്ന ഡയറക്ഷനെ കാണിക്കുന്ന അക്ഷരം ഒത്തിനോടൊപ്പം കിടക്കുന്ന ആളാണ് k. അതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് 2π by lambda. ടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ടൈം. അതിനോടൊപ്പം കിടക്കുന്ന ആളാണ് ആംഗുലാർ ഫ്രീക്വൻസി 2π u. ഈ രണ്ട് ടേമുകൾ ഒരു പ്ലസ് ഓർ മൈനസ് ചിഹ്നം കൊണ്ട് വേർതിരിക്കപ്പെടണം. അതിൽ ആരാദ്യം വന്നു എന്നത് പ്രശ്നമുണ്ടോ? ഒമേഗ ടി ആദ്യം വന്നാലും കുഴപ്പമില്ല, kx അല്ലെങ്കിൽ kz ആദ്യം വന്നാലും കുഴപ്പമില്ല. അവസാനം വരുന്ന ഈ ടേം എന്താണ്? ആംഗുലാർ ഇനീഷ്യൽ ഫേസിനെ കാണിക്കും. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ആരുടെയാ? സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ. എന്താണത്? ആ വേവ് പോകുമ്പോൾ ഏത് പൊസിഷനിലിരിക്കുന്ന പാർട്ടിക്കിളിനും ഏത് സമയത്തും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ കണ്ടെത്താൻ സാധിക്കും. ഈ രൂപത്തിൽ അല്ലെങ്കിൽ അതെന്തല്ല സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് അല്ല എന്ന് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും.
let y is equal to 3.0 sin 36t minus 0.018 x plus 5/4. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദിസ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വേവിനെ കാണിക്കുന്നു? ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇത് നോക്കൂ, ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നുള്ള രൂപമുണ്ട്, സൈൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് എന്ത് വേവാണ് നിങ്ങൾ വേഗം പറയും? സിമ്പിൾ ഹാർമോണിക് അല്ലെ? സിമ്പിൾ ഹാർമോണിക് എന്ന് പറയാൻ കാരണം സൈൻ ഫംഗ്ഷൻ ഉണ്ട്. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നുള്ളത്, അതായത് ടിന്റെ എക്സിന്റെയും ഫംഗ്ഷൻസ് പ്ലസ് ഓർ മൈനസ് ചിഹ്നം കൊണ്ട് വേർതിരിക്കുന്നതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ്. പ്രോഗ്രസീവിന് പകരം വേറെ വാക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞു, ട്രാവലിംഗ്. ഇതൊക്കെ രണ്ടെണ്ണത്തെ പരീക്ഷയ്ക്ക് എത്ര ചോദിച്ചാൽ ട്രാവലിംഗ് വേവാണ്. ഏതാണ് ദിശ? ഇവിടുത്തെ അക്ഷരം എക്സ് ആണോ വൈ ആണോ സെറ്റ് ആണോ? ഇവിടെ എക്സ് ആണോ വന്നിരിക്കുന്നത്. ഇനി ഇടയിലുള്ള ചിഹ്നം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഡയറക്ഷൻ ഏതാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ട്രാവലിംഗ് വേവ് ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ പറയുക. ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ ചോദിക്കുക. അപ്പൊ ട്രാവലിംഗ് ആണ്. എന്താ കാരണം? ടിന്റെ ഫംഗ്ഷനും എക്സിന്റെ ഫംഗ്ഷനും വേർതിരിക്കപ്പെട്ടു. ഇനി അതൊക്കെ ഒരു സൈൻ ഫംഗ്ഷന്റെ ഉള്ളിലുണ്ട്. ഇനി ഏതാണ് ദിശ? പോസിറ്റീവ് എക്സ് ദിശ. എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നമാണ് ഇവിടെ എക്സ് ഡയറക്ഷൻ? അപ്പൊ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് എന്താ സാധനം? ഇവിടെ അല്ലെ ആദ്യം വന്നാളല്ലേ എന്താ നമ്മളെ ഫോർമുല? y is equal to a sin omega t plus or minus kx plus or minus t. അപ്പൊ അതിന്റെ സ്ഥാനത്ത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് 3. ഇതൊക്കെ തന്നിരിക്കുന്ന യൂണിറ്റ് y in സെന്റിമീറ്ററിലുമാണ്, നീളങ്ങളൊക്കെ സെന്റിമീറ്ററിലുമാണ്, ഡിസ്റ്റൻസ് ഇൻ സെന്റിമീറ്ററിലുമാണ്, ടൈം ഇൻ സെക്കൻഡ്സിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായി. അപ്പൊ ഡിസ്റ്റൻസുകളൊക്കെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ഒരു ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി അടുത്ത ഫ്രീക്വൻസി എന്താന്ന് കാണും. ഫ്രീക്വൻസി കാണണമെങ്കിൽ ഒമേഗ കാണും. ഒമേഗ ടീന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് ഒമേഗ. ഇവിടെ ടീന്റെ ഒപ്പം 36. സോ ആംഗുലർ ഫ്രീക്വൻസി ഈസ് 36 equal to 2π into frequency. Okay, therefore frequency is equal to 36/2π hertz. frequency ആയിട്ട് ടൈം സെക്കൻഡിലായതുകൊണ്ട് ഫ്രീക്വൻസി ഹെർട്സിൽ. ഇനി അടുത്ത് കെന്റെ സ്ഥാനത്തുള്ള ആള്. കെന്റെ സ്ഥാനത്തുള്ള ആളാണ് ഇവിടെ എക്സിന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് കെ. ഇവിടെ എക്സിന്റെ ഒപ്പം കിടക്കുന്നത് 0.018. That's equal to 2π/λ ആണ് അല്ലെ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 2π/λ. അപ്പൊ അവിടുന്ന് therefore λ equal to 2π divided by 0.018. എന്താ യൂണിറ്റ്? സെന്റിമീറ്റർ. കാരണം ഡിസ്റ്റൻസുകളൊക്കെ സെന്റിമീറ്ററിലാണ്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, വാട്ട് ഈസ് വെലോസിറ്റി? Velocity of the wave is equal to nu lambda. Nu lambda is equal to ന്റെ സ്ഥാനത്ത് ഇവിടെ omega/2π അല്ലെ? ഞാൻ അവസാനം ന്യൂ ലാംഡ. ന്യൂ എത്രയാണ്? 36/2π ഇൻറ്റു ലാംഡയുടെ സ്ഥാനത്ത് 2π/018. അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π വെട്ടിപ്പോയി. That's equal to 36/018. 36/018. That's equal to 18 36 രണ്ട് പ്രാവശ്യം. ഇനി 3 0 പുറത്തേക്ക് വരണം അല്ലെ? ഇത് 0.018. അപ്പൊ വരട്ടാണെങ്കിൽ 1000 കൊണ്ട് വെക്കണം, ഇവിടെ 1000 കൊണ്ട് വെക്കണം. അപ്പൊ 2 × 1000 2000. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും സ്പീഡ്. കാരണം നീളങ്ങളൊക്കെ സെന്റിമീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ധാരണകളും മനസ്സിലാവും. ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇങ്ങനെ v = ω/k ആണ്. ഈ കിട്ടിയത് തന്നെയാണ് ഈ കാര്യം എഴുതിയത്. ഒമേഗ കൊടുത്തു പോകണമെങ്കിൽ നോക്കി നോക്കുക. ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗ എത്ര? 36 ഡിവൈഡഡ് ബൈ k എത്ര? 0.018. 36/0.018. അപ്പൊ അതുകൊണ്ട് സ്പീഡ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് ഈസ് ω/k. ഒമേഗ എന്ന് പറഞ്ഞാൽ ടീന്റെ ഒപ്പം കിടക്കുന്ന ആള്, k എന്ന് പറഞ്ഞാൽ എക്സിന്റെ അല്ലെങ്കിൽ വൈകിന്റെ അല്ലെങ്കിൽ സെറ്റിന്റെ ഒപ്പം കിടക്കുന്ന ആള്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ആംഗുലർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്. അപ്പൊ അതും അറിയാത്തവർ വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 2π nu അല്ലെ ഒമേഗ by 2π/λ. 2π വെട്ടിപ്പോയി. That's equal to nu lambda. Nu lambda എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പൊ ω/k ആണ് വെലോസിറ്റി. ന്യൂ ലാംഡ പോലെ തന്നെ ഒരേ ഫോർമുല തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാ ധാരണകളും മനസ്സിലാവും. അതിനുവേണ്ടി ചെയ്യിച്ച പ്രോബ്ലം ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, y is equal to
when a wave propagates through a medium, the displacement of any particle is given by y is equal to 0.20 cos x plus 100 pi t plus pi by 2. Is it a traveling wave or harmonic stationary wave? Is it a traveling wave or a stationary wave? ചലിക്കുന്ന വേവ് ആണോ ചലിക്കാത്ത വേവ് ആണോ? ഉറപ്പാണ് ഒരു എക്സിന്റെ ടേമും ഒരു ടീമിന്റെ ടേമും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. കോസിന്റെ ഉള്ളിൽ പ്ലസ് ഉണ്ടോ സൈനോ നെഗറ്റീവ് ഉണ്ടോ? അതുകൊണ്ട് ഇത് ട്രാവലിംഗ് വേവ് ആണ്. എന്ത് ട്രാവലിംഗ് വേവ് ആണ്? കൊസൈനോ ഉള്ളത് കൊണ്ട് സിമ്പിൾ ഹാർമോണിക് ട്രാവലിംഗ് വേവ് ആണ്. അത് മനസ്സിലായി. ഡയറക്ഷനോ ഇവിടെ കിടക്കുന്നത് എക്സ് ആണ്. ഇനി ഇടയിലുള്ള ചിഹ്നം പ്ലസ് ആണ്. ആദ്യം എക്സ് വന്നാലും കുഴപ്പമില്ല, ആദ്യം ടി വന്നാലും കുഴപ്പമില്ല. ഒമേഗ ടി ആദ്യം വന്നാലും കെ എക്സ് ആദ്യം വന്നാലും ഒന്നും പ്രശ്നങ്ങളില്ല. ഇവിടെ എക്സ് ആണ് വന്നിരിക്കുന്നത്. എക്സ് ആയതുകൊണ്ട് എക്സ് ദിശയാണ്, പ്ലസ് ചിഹ്നം ആയതുകൊണ്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി കെന്റെ സ്ഥാനത്ത് ഇവിടെ കെ എക്സിന്റെ സ്ഥാനത്ത് അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0.2. ഇതൊക്കെ SI സിസ്റ്റത്തിലാണ് പുസ്തകത്തിൽ തന്നിട്ടുണ്ടായത്. അപ്പൊ 0.2 മീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. കെ ഇസ് ഈക്വൽ ടു കെന്റെ സ്ഥാനത്ത് 2π by lambda എന്ന് പറയുന്ന ആളുടെ സ്ഥാനത്ത് 10 ആണ്. Therefore lambda is equal to 2π by 10 meter. ഒമേഗയുടെ സ്ഥാനത്ത് ടീന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് ഒമേഗ. അത് 2π into frequency ആണ്. That's equal to 100π ആണ്. Therefore nu is equal to 100π by 2π. That's equal to 50 hertz. Velocity is equal to nu lambda. That's equal to 2π by 10 into 50. That's equal to 10π meter per second. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഒമേഗ ബൈ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ഒമേഗ എത്രയാണ്? ഒമേഗ എത്രയായിരുന്നു? 100π. ഓക്കെ, ബൈ കെ എത്രയായിരുന്നു? കെ എത്രയായിരുന്നു? 10. 10π. ഇനീഷ്യൽ ഫേസ് തീറ്റ ഇസ് ഈക്വൽ ടു π by. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ അത് ട്രാവലിംഗ് വേവ് ആണെന്ന് എഴുതാൻ പറ്റണം നോക്കിയിട്ട്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അതുപോലെ തന്നെ വെലോസിറ്റി, ഇനീഷ്യൽ ഫേസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ഫോക്കസ് ഏരിയയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. +1 പബ്ലിക് എക്സാമിനേഷന് ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരും. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പബ്ലിക് എക്സാമിനേഷന് മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാം. പബ്ലിക് എക്സാമിനേഷന് കഴിഞ്ഞ 2020 മാർച്ചിൽ ചോദിച്ചൊരു ചോദ്യം ഇതാണ്. There is a steel string. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രിങ് ഉണ്ട്. സ്റ്റീൽ സ്ട്രിങ് അതിന്റെ ഒരു കമ്പി ഓഫ് 12 meter long, having 4 kilogram, 4 kilogram mass, 12 meter നീളം. A transverse wave is passed through it with velocity v is equal to 340 meter per second. Find the tension of the string. ഇതാണ് ചോദ്യം. 12 മീറ്റർ നീളമുള്ള സ്റ്റീലിന്റെ കമ്പി 4 കിലോഗ്രാം മാസ് ഉള്ളതാണ്. അതിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് 340 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ കടന്നുപോയാൽ ആ സ്റ്റീൽ സ്ട്രിങ്ങിന്റെ ടെൻഷൻ എന്താണ്? നമുക്കറിയാവുന്ന ഫോർമുല v is equal to √T by mu. സ്ക്വയർ ചെയ്താൽ v square is equal to T by mu. നമ്മളോട് ടെൻഷൻ ആണ് ചോദ്യം. ടെൻഷൻ is equal to v square into mu. ഓക്കെ, ആരാണ് mu? mu is equal to mass by length of the string. That's equal to മാസിന്റെ സ്ഥാനത്ത് എത്രയാ? 4 കിലോഗ്രാം. ലെങ്ത്തിന്റെ സ്ഥാനത്ത് എത്രയാ? 12 മീറ്റർ. That's equal to 1/3. SI സിസ്റ്റത്തിനാണ്. So that's equal to 340 into 340 v square ആയി into 1/3. ടെൻഷന്റെ യൂണിറ്റ് ന്യൂട്ടൺ. പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഫോർമുലയുടെ പ്രാധാന്യം മനസ്സിലാവും. 2019 ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. സൗണ്ടിന്റെ വെലോസിറ്റി ഒരു ഗ്യാസ് മീഡിയത്തില് v is equal to √γ_p/ρ ആണ്. എല്ലാവർക്കും അറിയാം. ശബ്ദം ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഒരു ഗ്യാഷ്യസ് മീഡിയത്തിലൂടെ കടന്നു പോകുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ √γ_p/ρ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലാപ്ലേസ് ഇക്വേഷൻ. ചോദ്യം ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിലും പ്രഷറുമായിട്ട് വെലോസിറ്റിക്ക് ബന്ധമില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഈ ഫോർമുലയിൽ പ്രഷർ ഉണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് വെലോസിറ്റി പ്രഷറിനായിട്ട് ബന്ധമില്ലാത്തത്? അതിന് ഉത്തരം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ
PV is equal to constant. അല്ലെ? P into V ന്റെ സ്ഥാനത്ത് mass by density is equal to constant. Mass P by rho equal to constant. P by rho constant എന്നുള്ളതാണ് ബോയിൽസ് ലോ. ഇതാണ് ബോയിൽസ് ലോ. അപ്പൊ P കൂടിയാൽ rho കൂടും, വെലോസിറ്റി മാറില്ല. P കുറഞ്ഞാൽ rho കുറയും, വെലോസിറ്റി മാറില്ല. സോ പ്രഷറിനായിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ കാരണം ബോയിൽസ് ലോ പ്രകാരം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുമ്പോൾ PV കോൺസ്റ്റന്റ് ആണ്, അതായത് പ്രഷർ ബൈ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആയത്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് V റൂട്ട് ഗാമ RT by M എന്നുള്ള ഫോർമുല. Velocity of sound through a gaseous medium at any temperature T is given by root gamma RT by M. Gamma enna CP/CV, R enna gas constant, T enna temperature Kelvin il edukkanam, M enna molar mass of the gas aanu. Appo V1 by V2 equal to eത്ര നമുക്ക് അറിയാം, T1 by T2 into root M2 by M1. ഫോർമുല വെക്കുക. രണ്ട് ഗ്യാഷ്യസ് മീഡിയം M1 M2 മോളാർ മാസ് ഉള്ളത് രണ്ട് ടെമ്പറേച്ചറിലാണെങ്കിൽ, ഇനി ഒരേ ടെമ്പറേച്ചറിൽ ഒരേ ഗ്യാസിലൂടെ രണ്ട് ടെമ്പറേച്ചറിൽ പോകുമ്പോഴുള്ള വെലോസിറ്റി റേഷ്യോ ആണ് എഴുതിയത്. ഇനി ഒരേ ടെമ്പറേച്ചറിൽ രണ്ട് ഗ്യാസിലൂടെ പോവുകയാണെങ്കിലുള്ള റേഷ്യോ V1 by V2 റൂട്ട് M2 by M1 ആണ്. ഇതൊക്കെ നിങ്ങൾ പ്രോബ്ലങ്ങൾ ചെയ്യാൻ ആവശ്യം വരും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓർമ്മയിൽ വെക്കുക. നമ്മൾ പറഞ്ഞത് ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്, കോൺസ്റ്റന്റ് 2π by lambda അല്ലെ, ആംഗുലാർ വേവ് നമ്പർ. ഇത്രയും കുറെ ക്വാണ്ടിറ്റികളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വെലോസിറ്റി എക്സ്പ്രഷൻ ട്രാൻസ്വേഴ്സ് വേവിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും മീഡിയങ്ങളിലൂടെയുള്ളത് പറഞ്ഞു. ഒരു ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, ഒരു പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന ഭാഗമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.